ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതേ സമയം രഘു പ്രീതിയോട് മനസ്സ് തുറക്കാൻ തീരുമാനിച്ചു. പ്രീതിയുടെ മുറിയിലേക്ക് പോയി രഘു അവളോടായി എന്തോ ചോദിക്കാൻ തുടങ്ങി. അന്നേരം പ്രീതി തിരിഞ്ഞു നിന്നു. പതിഞ്ഞ സ്വരത്തിൽ രഘു അവളോടായി പറഞ്ഞു, പ്രീതി, എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കണം. അന്നേരം പ്രീതി പറഞ്ഞു, ഇനി എന്താ സംസാരിക്കേണ്ടത്? നമുക്കിടയിൽ ഇപ്പോൾ ഒന്നുമില്ല. വൈകാതെ തന്നെ നമ്മൾ ഡിവോഴ്സ് ആകും. പിന്നെ നമ്മുടെ മക്കൾ, അത് നിങ്ങളുടെ മക്കളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ തന്നെ നോക്കിക്കോളാം അവരെയൊക്കെ. ഇനി ഒന്നിനും വയ്യ രഘുവീർ. ഇത്രയും പറഞ്ഞ് പ്രീതി അവിടെ നിന്നും പോകാൻ തുടങ്ങവേ രഘു പറഞ്ഞു, അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് നിനക്ക് എന്നെ വിട്ടു പോകാൻ കഴിയുമോ പ്രീതി? പ്രീതി പെട്ടെന്ന് രഘുവിന് നേരെ തിരിഞ്ഞു. എല്ലാം അവസാനിപ്പിച്ച് പോയത് ഞാനല്ലല്ലോ. നിറവയറുമായി നിന്ന എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി വാതിൽ കൊട്ടിയടച്ചത് ആരാണ്? ഞാനാണോ? അല്ലല്ലോ. ഒരു പൂർണ്ണ ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും തരാതെ എന്നെ നിങ്ങൾ ഇറക്കി വിട്ടതെല്ലാം ഇന്നും എൻ്റെ കണ്ണിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് രഘു. ഒന്നും അത്ര വേഗമൊന്നും മാറില്ല. അന്നേരം രഘു പ്രീതിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളോടായി പറഞ്ഞു, പ്രീതി, എല്ലാത്തിനും മാപ്പ്. ഇത്രയും പറഞ്ഞ് പ്രീതിയുടെ കൈകളിലേക്ക് രഘു പിടിച്ചതും പ്രീതി ആ കൈ തട്ടി മാറ്റി. മാപ്പോ? എന്തിന്? തെറ്റ് ചെയ്തത് ഞാനല്ലേ? നിങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു. വിവാഹത്തിന് മുൻപ് മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കിടന്നു കൊടുത്തു എന്നെല്ലാം എൻ്റെ മുഖത്ത് നോക്കി അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുമോ? വേണ്ട, ഇനി ഒന്നും വേണ്ട നമുക്കിടയിൽ. ഇത്രയും പറഞ്ഞ് പ്രീതി അവിടെ നിന്നും ദേഷ്യത്തോടെ പോകാൻ തുടങ്ങവേ രഘു അവളുടെ കാൽക്കൽ പിടിച്ച് കരഞ്ഞു. പ്രീതി, ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. നീ എനിക്ക് മാപ്പ് തരണം. ഈ രഘുവീർ ലോകത്തൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. ഞാൻ നിന്നെ സംശയിച്ചു, അവിശ്വസിച്ചു. ഗർഭിണിയായ നിന്നെ അടിച്ചിറക്കി. നിനക്ക് പറയാനുള്ളത് എന്തെന്ന് പോലും കേൾക്കാൻ ഞാൻ തയ്യാറായില്ല. എല്ലാത്തിനും മാപ്പെന്ന വാക്കല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല പ്രീതി. ഇത്രയും പറഞ്ഞ് പ്രീതിക്ക് മുന്നിലിരുന്ന് രഘു കരയാൻ തുടങ്ങി. രഘുവിൻ്റെ പശ്ചാത്താപം പ്രീതിയുടെ നെഞ്ചിൽ തറച്ചു. പ്രീതി രഘുവിനെ എഴുന്നേൽപ്പിച്ച് അവനെ ഇറുക്കെ കെട്ടിപ്പുണർന്നു. കണ്ണിൽ നിന്നും ഇറ്റുവീണ കണ്ണുനീർ രഘുവിൻ്റെ വസ്ത്രത്തിൽ നനവ് പടർത്തി. കുറച്ചു നേരത്തെ ആ കരച്ചിലിന് ശേഷം ഇരുവരും അടർന്നു മാറി. അന്നേരം പ്രീതി പറഞ്ഞു, രഘുവേട്ട, ഇനിയെങ്കിലും എന്താണ് ശരിക്കും നടന്നതെന്ന് നിങ്ങൾ അറിയണം. അന്നേരം രഘു തൻ്റെ ചൂണ്ടുവിരൽ പ്രീതിയുടെ ചുണ്ടിന് മുകളിൽ വെച്ചിട്ട് പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഇനിയും ഞാൻ നിന്നെ സംശയിക്കില്ല പ്രീതി. അന്നേരം പ്രീതി അത് തടഞ്ഞു. അല്ല രഘുവേട്ട, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇല്ലെങ്കിൽ എന്നും അതൊരു ചെറിയ കനലായെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടേ പോകൂ. പ്രീതി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് താനും ആ ദിനേശും തമ്മിൽ നടന്നതെന്ന് പറയാൻ തുടങ്ങി. ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു അത്. മത്സ്യനാഗിനി ക്ലൈമാക്സിലേക്ക്. ഇനി കാണാം ഇവളുടെ യുദ്ധം. ഇവൾ ആര്? അവൾ വരുന്നു.